കിരീടം എന്ന് പറയുന്ന ഒരു സിനിമ മലയാളി മനസ്സിലൊരു നൊമ്പരമായ സിനിമയാണ്. അതും കിരീടം എൻ്റെ സെക്കൻഡ് പാർട്ട് ചെങ്കോലും. കിരീടത്തിലൊരു ഭയങ്കര സാധുവായ ഒരു സഹോദരി. ചെങ്കോലിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു ചേച്ചി ഏതാണ്ട് 70ഓളം സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. ആ ചെയ്ത സിനിമകളിൽ ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെങ്കോലിൽ. ഈ രണ്ട് ക്യാരക്ടറുകൾ തമ്മിലുള്ള ആ ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെയായിരുന്നു സംഭവിച്ചത്? ആക്ച്വലി പിന്നെ കിരീടത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ സിനിമയിൽ വന്ന സമയമാണ്. എനിക്ക് സിനിമയെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. സിബി സാറ് പറഞ്ഞു തരുന്നു, ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളതേ എനിക്കുള്ളൂ. അതേസമയം ചെങ്കോൽ അങ്ങനെയല്ല. കുറേ നാൾ കഴിഞ്ഞു, 3-4 വർഷം, 94-ലാണ് ചെങ്കോൽ. ആ സമയത്താണ് ഞാൻ പാടിയ ഓഡിയോ കാസറ്റ്, ഹദിയ എന്ന് പറയുന്ന ഓഡിയോ കാസറ്റ് ജോണി സാഗരിക റിലീസ് ചെയ്യുന്നത്. അതും ലാലേട്ടനാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ കുറേ സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞുകൊണ്ട് തന്നെ കിരീടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ആദ്യം തന്നെ അവർ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഞാനും ഇല്ല, പാർവതിയും ഇല്ല. ജയറാം പാർവതി കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് അവരത് പെൻഡിങ് വെച്ചു. ഇനിയിപ്പോൾ നടക്കൂല, രണ്ടുപേരും ഇല്ലല്ലോ. വീണ്ടും ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരപ്പോൾ പെട്ടെന്ന്, അതായത് ചെങ്കോലിൻ്റെ 2ാം ഭാഗം ചേച്ചി അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം സംഭവിച്ച സാധനമാണ് എന്നാണ് സിബി സാർ എന്നോട് പറഞ്ഞത്. നമുക്ക് പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ അല്ല, എനിക്ക് അത് സാറ് ഇപ്പം ഞാൻ ഓർത്തതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ സാന്ത്വനത്തിൻ്റെ ലൊക്കേഷനിൽ, സാന്ത്വനം സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ പോയിരുന്നു. ഞാൻ അവിടെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ, അതിനടുത്തൊരു ഫംഗ്ഷൻ പോയപ്പോൾ ആലുവ പാലസിൽ വെച്ച് സിബി സാറിനെ കണ്ടു. അവിടെ സാന്ത്വനത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോഴാണ് സാറ് പറഞ്ഞത്, ഞാൻ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയല്ലേ, ഞങ്ങൾ അന്ന് തന്നെ കിരീടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്തതാണ്. പാർവതിയും കല്യാണം കഴിഞ്ഞു പോയി, ഉഷയും അഭിനയിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാണ് എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ പോകണമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ വെച്ചതാണെന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിച്ചേട്ടൻ വീട്ടിൽ വന്നിട്ട് വന്ന് കിരീടത്തിൻ്റെ 2ാം ഭാഗം ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് അഡ്വാൻസും ഒക്കെ തന്നിട്ട് അത് ഡേറ്റും ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോയി 1 മാസത്തോളം ഉണ്ടായിരുന്നു. വലിയ കാര്യമാണ് ഈ പറയുന്നത്. അതായത് ക്ലാസിക് സിനിമകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്ന സിനിമയുടെ കഥയാണ് ഇപ്പൊ ഈ വളരെ നിസ്സാരമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ആ സിനിമയുടെ ലൊക്കേഷൻ, ചെങ്കോളിന്റെ ലൊക്കേഷൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പൊന്നമ്മ ചേച്ചി, ഞങ്ങൾ ഭയങ്കര അടുപ്പമാണ്, ഞാനും പൊന്നമ്മ ചേച്ചി. തിരുവനന്തപുരത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു സിനിമയാണ് അത് ചെങ്കോല്. കഥ ഭയങ്കര ട്രാജഡി ആണെങ്കിലും ഞങ്ങൾ ആ ലൊക്കേഷനിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അന്ന് ഓണം സമയമാണ്, ട്രിവാൻഡ്രത്ത് ഓണം സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അന്ന് വേണുഗോപാലിൻ്റെ പൂജപ്പുരയിൽ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ട് എന്നും. അപ്പോൾ എന്നും വൈകുന്നേരം നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞാനും പൊന്നമ്മ ചേച്ചിയും കൂടെ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഇങ്ങനെ എല്ലാ പരിപാടിക്കും പോകും. അപ്പോൾ രാവിലെ ലൊക്കേഷനിൽ വരുമ്പോൾ, അപ്പോൾ ഞങ്ങളിവിടെ സെറ്റിലാരോടും പറയില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓരോ ഫംഗ്ഷൻ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കും. ഇവിടെ നിന്ന് ലൊക്കേഷനിൽ അറിയും ഇത്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ചെന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ, ഇന്ന് എവിടത്തെ ആൾക്കൂട്ടത്തിലാണ് നിങ്ങൾ പോകുന്നത് ഒന്ന് അറിയിക്കണം, നേരത്തെ വിടാനാണ്. ഇതൊക്കെ ഭയങ്കര തമാശയായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ അവിടെ വെച്ച് ഒരു പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടനൊക്കെ കൂടെ ഉൾപ്പെട്ട് കേക്ക് അതൊക്കെ നമുക്ക് ഓർമ്മകളാണ്. പിന്നെ ലോഹിത സാറ് അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് നിവേദ്യത്തിൻ്റെ കഥ ഒരു ദിവസം ലൊക്കേഷനിൽ വെച്ചിട്ട് പറഞ്ഞിരുന്നു. വേറൊരു തരത്തിലാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു കഥ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു. അതുപോലൊരു ക്യാരക്ടർ പിന്നെ ചേച്ചിക്ക് കിട്ടിയിട്ടില്ല മലയാള സിനിമ. അതിന് മുമ്പോ അതിന് ശേഷവും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ സിനിമ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്നുള്ളതിൻ്റെ കൃത്യമായ ആ ഒരു കാഴ്ച ആ സിനിമയിലുണ്ട്, നമുക്ക് മനസ്സിലാവും. ഉഷ എന്ന ക്യാരക്ടറാണ് ഒരു പക്ഷേ ആ സിനിമ ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ട്. അത് ലാലേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. പവിത്രം എന്ന് പറയുന്ന സെറ്റിൽ എൻ്റെ 2ാമത്തെ ഓഡിയോ കാസറ്റ് ലോഞ്ചിങ്ങിൻ്റെ കാര്യം പറയാൻ വേണ്ടി പവിത്രത്തിൻ്റെ ലൊക്കേഷനിൽ ഞാനും ഫാദറും കൂടെ പോയപ്പോൾ ചെങ്കോളിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ് സമയമാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ലാലേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് ഉഷ വളരെ ഗംഭീരമായിട്ടുണ്ട്, ഇത് ഉഷയുടെ സിനിമയാണ് എന്ന് എന്നോട്. എനിക്കത് നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ തുല്യമല്ല, ലാലേട്ടൻ പറയുമല്ലോ. എനിക്കതിൻ്റെ അന്നൊന്നും അത്ര വലിയ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. ഇപ്പം ആ പടമൊക്കെ ഇത്രയും ഭയങ്കര ഇതാണ്, ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള ഇപ്പം ഓരോരുത്തർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്.